ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഇന്ന് നമ്മളോടൊപ്പം രേണുസുതി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇപ്പോ ശരിക്കും താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ ഒരു കോമാളി പീസായി മാറുന്നു. കോമാളിയായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. കറക്റ്റാണല്ലേ? അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്തായിരുന്നു? സ്വയം എടുത്ത് അണിഞ്ഞല്ലോ. ഒരു പരിധി വരെ ഞാൻ സ്വയം എടുത്ത് അണിഞ്ഞിട്ടേ ഇല്ല സാധനം. എല്ലാരും എനിക്ക് തലയിൽ വെച്ച് തന്നൊരു സാധനമാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയ എന്റെ ഒരു പരിധി ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിരിക്കും. അതിനി ആര് പറഞ്ഞാലും തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഫസ്റ്റ് ഇനിയും ചെയ്യും. വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ആഞ്ജനേയ സ്വാമി. പൈസ ഇല്ല, പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. മയിലാണ് സാധനം തോന്നിയായിരിക്കും. കാമമായിട്ടാണ് പരിണമിക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാമമായിട്ടല്ല. അതിനൊരു അല്ല, ഞാനത് കേട്ടായിരുന്നു. കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. എന്നാ ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു. അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. ആരും എന്നെ നെഗറ്റീവ് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. പണ്ട് രേണുസുതി കരയുമായിരുന്നോ? കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ, നന്നായിട്ട് കരയായിരുന്നു. ആരും പക്ഷേ അന്നും ഒരു അലിഗേഷൻ കേട്ടിരുന്നു, രേണുസുതി സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോഴും ക്യാമറ നോക്കിക്കൊണ്ടാ കരഞ്ഞത്. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ രേണുസുതി. അപ്പോ ഇനിയും അങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ രേണുസുതിയിൽ നിന്ന് പ്രതീക്ഷിക്കാവോ? അങ്ങനെയുള്ള കോമാളിത്തരം ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഈ ആൽബത്തിൽ കോമാളിത്തരം കാണിക്കുന്ന സംഭവിച്ചു? അതല്ല ഉദ്ദേശം. ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കാൻ, ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എന്താണ് ഞാൻ കാണിച്ചൂടെ? അഭിനയിക്കുന്നോ? എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. രേണുസുതിയുടെ അഭിനയത്തിന് അഭിനയം ഒന്ന് പറയാവോ? അപ്പൊ മറ്റേ എന്താണ്? പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയെന്നേ പറയത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.